അങ്ങനെ വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും ഒരു ഗസ്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ കുട്ടികളായിട്ട് എത്തിയിരിക്കുകയാണ്. ഏത് ടീമാണ്? ആലപ്പുഴ. ആലപ്പുഴ. പേര്? ആരതി. ഓക്കെ. അഞ്ജലി. ഏഞ്ചൽ. അഷ്ടമി. വിദ്യ. ശീതൾ. ആരോൺ. ഓക്കെ. ഏത് സ്കൂളാണ് നിങ്ങളൊക്കെ? മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ, വെൺമണി. ഓക്കെ. നിങ്ങളുടെ ഇവന്റ്? സംഘഗാനം. സംഘഗാനം. ഓക്കെ, നമുക്ക് സംഘഗാനത്തിൽ കയറിയാലോ? ഓക്കെ, വായോ. കവർ ചെയ്ത് നിന്നോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ ഓക്കെ. മോനെ നീ ഇച്ചിരി നേരെ നിന്നടാ, നീ ഇച്ചിരി ബാക്കിലോട്ട്. ഓക്കെ, തുടങ്ങാം. സ്റ്റാർട്ട്. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. ഓക്കെ ഓക്കെ. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ആണല്ലേ? സന്തോഷം. ഏത് ജില്ലയാണ് നിങ്ങള്? ഞങ്ങൾ ആലപ്പുഴ ജില്ല. ആലപ്പുഴ. എങ്ങനെ കപ്പ് തൂക്കുവോ? തൂക്കിയിരിക്കും. തൂക്കുവോ? ഒരു എനർജി പോരാലോ അല്ലേ? ആലപ്പുഴ കപ്പ് തൂക്കുവോ? കേക്കുന്നില്ല, കേട്ടില്ല. ഓക്കെ, അപ്പൊ ആലപ്പുഴ കപ്പ് തൂക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ 1ാം സ്ഥാനം കണ്ണൂരാണ്. അപ്പൊ എങ്ങനെ പതുക്കെ മേപ്പോട്ട് കയറുവാണോ? കയറും. ഓക്കെ, അപ്പൊ എങ്ങനെ ഇന്ന് പോകുവാണോ അതോ 18 വരെ ഉണ്ടോ? 18 വരെ ഇല്ല. ഇന്ന് ഞങ്ങൾ. അപ്പൊ എങ്ങനെ ആലപ്പുഴയിലോട്ട് കപ്പ് വരും? നമുക്ക് വീണ്ടും വരും. ഓക്കെ ഓക്കെ. അപ്പം താങ്ക് യു. ഓക്കെ, നമുക്കപ്പം അടുത്ത ടീമിനെയും കൂടെ വിളിക്കല്ലേ? അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് പേര് വന്ന് നിൽക്കുക. നമുക്ക് സമയത്തിനിടാം. ബായോ. ഓക്കെ, നിങ്ങൾക്ക് മൈക്കിന്റെ ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. ഓക്കെ, സ്പേസ് വേണമല്ലേ? നമ്മളിപ്പോ ഒരു ബാക്കിലോട്ടൊന്ന് ഇറങ്ങി നിൽക്കാവോ? നമ്മൾ ആ ഒരു സമയം കൊണ്ട്, ഈ കുട്ടികളൊന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു വേദി പോയിട്ട് വരാം. എങ്കലുള്ളം പേളിഞ്ഞിടണം ശങ്കര സ്വാമിൻ എങ്കലുള്ളം തേളിഞ്ഞിടണം അങ്കിതം തിരുമുഖവും ഭംഗിയിലങ്കാരം നേത്രം അങ്കിതം തിരുമുഖവും ഭംഗിയിലങ്കാരം നേത്രം തുങ്കമാം ജടയും ഗംഗ തുമ്പമാലർ ഭൂജംഗവും തുങ്കമാം ജടയും ഗംഗ തുമ്പമാലർ ഭൂജംഗവും ആളുമാർത്തി തീർത്തു കാത്തിടും ആർത്തിഹരനാം മൂർത്തിയുള്ളിൽ വസി പോളവും ആർത്തിഹരനാം മൂർത്തിയുള്ളിൽ വസി പോളവും ധൂർത്തരായി പാർത്തലം തന്നിൽ ചേർത്തിടും മതമത്സര ധൂർത്തരായി പാർത്തലം തന്നിൽ ചേർത്തിടും മതമത്സര ചിർത്തവൈരി കൂലം തന്നിൽ നേർത്തു നേർത്തു തീർത്തിടുന്നു ചിർത്തവൈരി കൂലം തന്നിൽ നേർത്തു നേർത്തു തീർത്തിടുന്നു വാമഭാഗേ വിളങ്ങിടുന്ന മാമല മകൾ താനുമൈക്കു പകുത്തോരാവുടൽ മാമല മകൾ താനുമൈക്കു പകുത്തോരാവുടൽ നാമപഞ്ചാക്ഷരി നിത്യം നാവു തന്നിൽ നിറയുമ്പോൾ നാമപഞ്ചാക്ഷരി നിത്യം നാവു
തന്നിൽ നിറയുമ്പോൾ നാമ പഞ്ചാക്ഷരി നിത്യം നാവു തന്നിൽ നിറയുമ്പോൾ നാമ പഞ്ചാക്ഷരി നിത്യം നാവു തന്നിൽ നിറയുമ്പോൾ നാമ പഞ്ചാക്ഷരി നിത്യം നാവു തന്നിൽ നിറയുമ്പോൾ നാമ പഞ്ചാക്ഷരി നിത്യം നാവു തന്നിൽ നിറയുമ്പോൾ നാമ പഞ്ചാക്ഷരി നിത്യം നാവു തന്നിൽ നിറയുമ്പോൾ അപ്പൊ വീണ്ടും നമ്മള് കുറച്ച് പിങ്ക് പിള്ളേരുമായിട്ടാണ് വന്നേക്കുന്നത്. പാലക്കാടാണ് അല്ലെ, പാലക്കാട് മൈം ടീമാണ് വന്നേക്കുന്നത്. എല്ലാവരും നല്ല പിങ്കികളായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് നേരെ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് അവരെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, മ്യൂസിക് റെഡി അല്ലേ? ഓക്കെ. യെസ്, സെറ്റ്. പതുക്കെ ഇറക്കിക്കോ. എനിക്ക് അവളവിടെ നിർത്തിയേക്കുന്ന കണ്ടിട്ട് പേടിയാവുന്നു. ഓക്കെ, നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ആ സ്ഥലപരിമിതി അനുസരിച്ച് ഇവര് നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ലോണം ചെയ്തിട്ടുണ്ട് അല്ലെ? നല്ലൊരു പെർഫോമൻസ് അല്ലേ? അതെ, ആണോ? ഓക്കെ, എന്തായാലും പിങ്കി പിള്ളേരെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായോ? ഓക്കെ, അപ്പൊ കളർഫുൾ ടീം. നമുക്ക് പേര് പരിചയപ്പെടാം. എന്റെ പേര് ജിവിൻ. അശ്വൻ ദാസ്. വരുണവി. ശില്പ. വിഷ്ണു. നവനീത്. ഓക്കെ, അപ്പൊ പാലക്കാടിന്റെ ടീമാണ്. റിസൾട്ട് വന്നോ? വന്നു. എ ഗ്രേഡ്. എ ഗ്രേഡ് ആണല്ലേ? അപ്പൊ പാലക്കാടിന് ഒരു സ്കോറും കൂടെ കിട്ടിയിരിക്കുന്നത്. എങ്ങനെ പാലക്കാട് കപ്പെടുക്കും നമ്മളല്ലേ? പാലക്കാട് കപ്പെടുക്കും. കഴിഞ്ഞ തവണ 2-3 വ്യത്യാസത്തിനങ്ങ് പോയി. ഇത്തവണ അങ്ങ് പിടിക്കും. 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 ഓക്കെ, വെൽ ഡൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ പറഞ്ഞുവിടാം. ഓക്കെ, അടുത്ത ടീം ആരാണ്? ഗ്രൂപ്പ് സോങ് ആണല്ലേ? ആ ഗ്രൂപ്പ് സോങ് എഗെയിൻ പിങ്കിപ്പടകളാണ് വന്നിരിക്കുന്നത്. എന്താണ് വീണ്ടും ഒരു പിങ്ക് കളർ? പിങ്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം. ഇഷ്ടം. ഓക്കെ, ഏത് ടീമാണ്? കണ്ണൂര്. കണ്ണൂർ ടീമാണല്ലേ? ഓക്കെ, ഏത് സ്കൂളിലാണ് കണ്ണൂര്? സെന്റ് റീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. കേട്ടില്ല. സെന്റ് റീസസ്. ഓക്കെ, റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ആണ്. അല്ലേ? അപ്പൊ കണ്ണൂരാണ് ഇപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്നത്. കണ്ണൂരിന്റെ പോയിന്റ് എത്ര അശ്രീരി? ഇപ്പൊ വരും. നമുക്കിവിടെ ഒരു അശ്രീരി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും കാണത്തില്ല എന്നുള്ളത്, അതാണല്ലോ അശ്രീരി. അപ്പൊ നമുക്കിങ്ങനെ റിസൾട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ആരൊക്കെയാണ് ഏതൊക്കെ ജില്ലയാണെന്നുള്ളത്. നമുക്ക് ആ സമയത്ത് പേര് പരിചയപ്പെടാം. ദേവ്ന രതീഷ്. അൻവിത ശ്രീമയി. വൈഗ മഹേഷ്. സുഹാത്തസി. കാത്തറിൻ സിബി. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ പെർഫോമൻസിലോട്ട് കയറിയാലോ? എത്ര മൈക്ക് വേണം? ഒരു മൈക്ക് മതിലേ. 694 കണ്ണൂരിന്റെ നിലവിലുള്ള പോയിന്റ്. കുറച്ചു മുമ്പത്തെ കറ്റി 1ാം സ്ഥാനം നിൽക്കുന്നത് ഇപ്പൊ കണ്ണൂരാണ്. തൊട്ടുപുറകിൽ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെ ഒരു നീണ്ട പട തന്നെ ഉണ്ട്. എന്തായാലും കണ്ണൂരിന്റെ തട്ടി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് പെർഫോമൻസിലോട്ട് കിടക്കാം. ഓക്കെ, തേതാരോ 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 തേരേ തേതാരോ 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 തേരേ തേതാരോ ഉത്രാടക്കാറ്റേ വാ ചെമ്പാവിൻ പാടത്ത് ചിങ്കതിർ വിളഞ്ഞല്ലോ മാളൂരേ വാ. ഉത്രാടക്കാറ്റേ വാ ചെമ്പാവിൻ പാടത്ത് ചിങ്കതിർ വിളഞ്ഞല്ലോ മാളൂരേ വാ. മാളൂരേ വാ. ഒത്തൊരുമിച്ചൊരു താളം കൊട്ടി ഒത്തൊരുമിച്ചൊരു മേളം കൊട്ടി പുഞ്ച പാടങ്ങളും കൊയ്മരിക്കേണ്ടേ. ഒത്തൊരുമിച്ചൊരു താളം കൊട്ടി ഒത്തൊരുമിച്ചൊരു മേളം കൊട്ടി പുഞ്ച പാടങ്ങളും കൊയ്മരിക്കേണ്ടേ. ഇല്ലത്തെ ഭക്തായം നെല്ലെല്ലാം വെയിൽ കാഴ്ച നെല്ലെല്ലാം കുന്നോളം കൊയ്മരിക്കേണ്ടേ. ഇല്ലത്തെ ഭക്തായത്തിൽ നെല്ലെല്ലാം വെയിൽ കാഴ്ച നെല്ലെല്ലാം കുന്നോളം കൊയ്മരിക്കേണ്ടേ. കൊയ്മരിക്കേണ്ടേ കൊയ്മരിക്കേണ്ടേ പുഞ്ച പാടങ്ങളും കൊയ്മരിക്കേണ്ടേ. ചിരി വന്നല്ലോ. ഇതിനകത്ത് ആർക്ക് ഇടയ്ക്ക് ചിരി വന്നേ? ആണല്ലേ? സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ഞാൻ തന്നെ ആണ് എന്നുള്ളത്. ചിരിച്ചപ്പോഴത്തേക്ക് ബാക്കി ടീമൊക്കെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഓക്കെ,
റിസൾട്ട് എ ഗ്രേഡ് വന്നു, ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ എന്നാണ് തിരിച്ചു വന്നത്? ഇന്ന് പോവാണോ അതോ 18-നാണോ? കുറച്ചാൾക്കാർ ഇന്ന് പോകും. ഇന്ന് പോകണോ? അപ്പൊ എങ്ങനെ കണ്ണൂരിലോട്ട് നമ്മൾ കപ്പ് കൊണ്ടുപോകണ്ടേ? ലാസ്റ്റ് ദിവസം വരെ നിൽക്കണ്ടേ? നിൽക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എങ്ങനെ കണ്ണൂർ കപ്പടിക്കോ? ഒരു ഉഷാർ പോരാട്ടോ. ഉഷാറില്ല. അടിക്കോ? കേൾക്കുന്നില്ല. അപ്പൊ കണ്ണൂർ പിള്ളേർ പറയുന്നത് കപ്പടിക്കും എന്ന് തന്നെയാണ് കണ്ണൂർ ടീമും പറയുന്നത്. നമുക്ക് എന്തായാലും 2 ദിവസം കൂടെ സമയമുണ്ട്. നിലവിൽ കണ്ണൂരാണ് ആ ടോപ്പില്. ആ 2 ദിവസത്തിനകത്ത് കേൾക്കുന്നില്ല. 694 പോയിന്റുമായിട്ട് കണ്ണൂർ ഇങ്ങനെ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. തൊട്ട് പുറകില് ഒരു കാളിദാസൻ ഉണ്ടായിരുന്നേ, എന്റെ കൂടെ ഒരു കോവർക്കറാണ്. ഇടയ്ക്ക് എന്നെ വിട്ടിട്ട് അവനങ്ങ് ആ വഴിക്ക് പോയി. അവൻ ഇപ്പോഴാണ് വേദിയിലോട്ട് വരുന്നത്. എവിടെ പോയി കിടക്കുമായിരുന്നു? ഒന്ന് കൊള്ളാൻ പോയത്. അത്ര ഉള്ളല്ലേ? അതെ. ഓക്കെ. അപ്പം നമ്മുടെ പിള്ളേരെ പെർഫോമൻസ് കഴിഞ്ഞു. അടുത്ത പെർഫോമൻസോട് നിന്നെ ഞാൻ കയറ്റാം. ഓക്കെ. അപ്പം എന്തായിരുന്നു ചോദിച്ചു. ഗ്രൂപ്പ് സോങ് ആയിരുന്നു. അപ്പൊ കഴിഞ്ഞു. കണ്ണൂരിലാണ്. കണ്ണൂരാണോ? 694. എങ്ങോട്ടായി പോക്ക്? കൊണ്ടേ പോകത്തുള്ളോ? തൃശ്ശൂരുകാര് പറയുന്ന ആ കപ്പ് കൊടുക്കുന്നില്ലെന്ന്. അപ്പൊ കൊണ്ടുപോകും. സ്വർണ്ണക്കപ്പ് കൊണ്ടുപോവാ. അതെ, ഉറപ്പാണ്. ഇനി ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഇനങ്ങളാ ഉള്ളത്? കഴിഞ്ഞവർ ഇന്ന് പോവാണ്. അതെ. അപ്പൊ കപ്പ് അത് ബാക്കി ടീം ഉണ്ടല്ലോ, കണ്ണൂരിന്റെ ബാക്കി ടീം ഇവിടെ ഉണ്ടല്ലോ, അവരങ്ങ് കൊണ്ടുവന്നേക്കും. ഓക്കെ. അപ്പൊ അടിപൊളിയായല്ലേ? അതെ. ഈ മിസ്സായി പോയി. അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇപ്പൊ ഏതാ ക്ലാസ് ഏതാ എല്ലാരും? 10th. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം വരുമ്പം ഇനിയും കാണാം. ഇല്ലേ മോഹം ഒന്ന് ഓർത്ത് വെച്ചാ കേട്ടോ. രേണുക കാളിദാസൻ. ഓക്കെ. അപ്പൊ താങ്ക് യു. ഒന്ന് പോയി ഒന്ന് മാറിയ സമയത്ത് പിള്ളേർ ഞാനിവിടെ വെള്ളം കുടിച്ചിട്ടുള്ള ഒന്നുമില്ല. ഓനങ്ങ് എന്നെ വിട്ടിട്ട് അങ്ങ് പോയേക്കാ, അവന്റെ പാട് നോക്കി. ഓക്കെ, അടുത്ത് നമുക്ക് അടുത്ത ഐറ്റം വിളിക്കാം. രേണുക ഇതെന്താ ഐറ്റം എന്ന് പറ? നങ്ങ്യാർക്കോത്ത്. മോളെ ആണോ? മിസ്സും കൂടെ ഒന്ന് തരുമോ? ജില്ല ഏതാ? ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് അവിടെ? കോഴിക്കോട് വെങ്ങാലി സ്കൂളിലാണ്. സിൽവർ ഹിൽസാ? ഐശ്വരി. അപ്പം എങ്ങനാ പരിപാടികൾ? തൊട്ട് പുറകെയുണ്ട് കോഴിക്കോട്. കപ്പെടുക്കുവോ? സ്കൂളായിട്ട് കപ്പെടുക്കും. ഏറ്റവും കൂടുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കപ്പെടുത്ത ജില്ല ഏതാ? കോഴിക്കോടാണ്. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലം കോഴിക്കോടിന് കപ്പ് കിട്ടിയില്ല. അല്ല, എന്നാലും എന്തുകൊണ്ടത് കിട്ടിയില്ല? എന്തുകൊണ്ടറിയില്ല, ബാക്കിയുള്ള ജില്ലകൾക്കും വേണല്ലോ. അപ്പൊ ഞങ്ങള് കൊടുത്തതാ. അതുകൊണ്ടല്ലേ? അപ്പൊ ഇത്തവണ കൊണ്ടുപോവാ. ഇത്തവണ ആ ദാക്ഷിണ്യൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഞങ്ങള് ലാസ്റ്റ് ഇയർ. അപ്പൊ ഇത്തവണ വേണം ആ കപ്പ്. ഇനി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളേ ഉള്ളൂ. അതിനൊന്നും ഈ കലോത്സവം വൈബ് ഉണ്ടാവില്ല. വൈബ് കിട്ടുന്നില്ല. ഈ സ്കൂൾ കലോത്സവത്തിന് പ്രത്യേക വൈബല്ലേ? പ്രത്യേകതയാണ്. ആ ഒരു ഇത് ഏത് കോളേജ് ആയാലും യൂണിവേഴ്സിറ്റി കലോത്സവം ആയാലും കിട്ടൂല. ശിവൻകുട്ടി മിനിസ്റ്റർ കേട്ടോ? അതെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വൈബ് യൂണിവേഴ്സിറ്റിയിലോട്ട് കടക്കുമ്പോ ഇല്ലെന്നാണ് കുട്ടി പറയുന്നത്. ഹാപ്പിയാ പുള്ളി. എന്തായാലും മന്ത്രിയപ്പൂപ്പനൊരു സന്തോഷമാ. അതെ. അപ്പൊ നമുക്ക് ആ പെർഫോമൻസിലേക്ക് കടന്നാലോ? കിടക്കാം. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ. അശ്വതി. ടീച്ചറാണോ ഇത് പഠിപ്പിച്ചത്? അതെ. എത്ര നാൾ കൊണ്ടാ കുട്ടിയെ പഠിപ്പിച്ചേ? 4 വർഷമായിട്ട് എന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. യൂത്ത് ഹോസ്റ്റലിൽ നങ്ങ്യാർകൂത്ത് പഠിക്കുന്നുണ്ട്. അതെ. ഇതെന്റെ 4ാമത്തെ വർഷമാണ് സ്റ്റേറ്റ് കലോത്സവത്തില്. +2 ആണ് ഇപ്പൊ. നങ്ങ്യാർകൂത്ത് അല്ലാതെ വേറെ എന്തെങ്കിലും? നാളെ ഉണ്ട് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. അതിന് എ ഗ്രേഡ് ഉറപ്പല്ലേ? സിൽവർ ഹിൽസ് ഇന്നലെ 2-3 പേര്. അഞ്ജലിയൊക്കെ സിൽവർ ഹിൽസ്. അലീന വന്നു, അഞ്ജലി വന്നു. എന്തൊരു ഓർമ്മയാണ് നോക്കണം. ഇന്നലെ നടന്ന പെൺപിള്ളേരുടെ പേരൊക്കെ അവന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിവുള്ള പിള്ളേരല്ലേ? അതെ. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കാം അല്ലേ? പെർഫോമൻസ് എന്ന് വെച്ചാൽ നമുക്ക് പക്കമേള ഉണ്ടാവും നങ്ങ്യാർകൂത്തിന്റെ കൂടെ. പക്ഷെ ഇപ്പൊ ഇവിടെ ലൈവ് പക്കമേളയാണ് ഞാൻ അഭിനയിച്ച് കാണിക്കുന്നത്. ഓക്കെ. വളരെ കുറച്ച് നമുക്ക് ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണ്ടാൽ മതി. ഓക്കെ. യെസ്. സ്റ്റാർട്ട്.
ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? ഇത് നങ്ങ്യാർകൂത്തിൽ ഞാൻ അവതരിപ്പിച്ചത് കംസവധമാണ്. അപ്പം കംസവധത്തിൽ ഞാൻ ആദ്യം സംക്ഷേപം വിവരിച്ചു കൊടുക്കുകയാണ്. രാമനും ശ്രീരാമനും കൃഷ്ണനും ടീച്ചർ കംസവധം കഥയാണ് ചെയ്യുന്നത്. രാമകൃഷ്ണന്മാര് കംസന്റെ രംഗഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമാണ്. അതിനു മുന്നേ രംഗത്ത് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ആനയെ ഐരാവതത്തെ കുവലയാപീഠത്തെ നിഗ്രഹിച്ച് അതിന്റെ കൊമ്പ് വലിച്ചൂരിയിട്ട് അതിന്റെ ഒരു കൊമ്പ് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനും ഒരു കൊമ്പ് താനും കയ്യിൽ പിടിച്ചിട്ട് കംസന്റെ ഭൂമിയിലേക്ക് വരുന്ന ഭാഗം ചെറുതായിട്ട് സംക്ഷേപ രൂപത്തിൽ കാണിച്ച് വേറൊരു കാര്യം, ഇവിടെ കണ്ണാണല്ലോ പ്രധാനം. അതെ, കണ്ണാ ഉരുട്ടുന്ന ഭാഗമില്ലേ? ഞാൻ ടീച്ചറെ നോക്കിയപ്പോ ടീച്ചർ ഒന്ന് കണ്ണുരുട്ടുക. ടീച്ചർക്ക് ഒരു ടെൻഷൻ എപ്പോഴും. ടീച്ചർ ഇവിടെ കണ്ണുരുട്ടുന്ന സമയത്ത് അവിടെയും കണ്ണുരുട്ടുന്നുണ്ട്. ഞാൻ അപ്പോഴും നോക്കി. പിന്നെ മോള് സാധാരണ ചെറിയ ഭാവങ്ങളിലേക്ക് സൗമ്യ ഭാവങ്ങളിലേക്ക് പോകുമ്പോ ടീച്ചർ ഓക്കെ. അതെ, പിന്നെ കണ്ണുരുട്ടുമ്പോ ചെറിയൊരു ഭാഗം കാണിക്കോ ടീച്ചർക്ക്. ടീച്ചറുടെ പെർഫോമൻസ് നേരെ അവിടെ നിന്നിട്ട് തന്നെ നേരെ ഒന്ന് ക്യാമറ നോക്കിട്ട് ഞാൻ ഫോൺ പിടിക്കാം. അതെ അതെ, ടീച്ചറുടെ ഒരു ചെറിയ പെർഫോമൻസ് വേണമെങ്കിൽ കുട്ടിയും കൂടെ ചെയ്തോളൂ. കുട്ടി കൂടെ ചെയ്തോ? നല്ലൊരു ഫ്രെയിം ആയിരിക്കും. അതെ, ഗുരു ശിഷ്യയെ ഒരുമിച്ച്. എനിക്ക് കാണുന്ന കണ്ണാണ് മെയിൻ. എനിക്ക് ടീച്ചർ കണ്ണ് കാണിക്കുമ്പോഴേ കണ്ണ് താഴെ പോകുന്നുണ്ട്. ടീച്ചർക്ക് ഇനി മേക്കപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണ് എവിടെ എത്തും? അതെ, ടീച്ചറുടെ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി താഴെ പോവും. അതെ, അതിനനുസരിച്ച് മോള് ശിഷ്യ കൂടെ പിടിക്കുന്നുണ്ട്. ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യയാണോ? അതെ 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 അതെ. അപ്പം ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തില് പഠിപ്പിക്കുന്നത് വേദയാണ്. അവിടുന്ന് 4 വർഷമായിട്ട് ടീച്ചർക്ക് എ ഗ്രേഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? കുട്ടികളുണ്ട് ടീച്ചറെ? മൊത്തം എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ സ്കൂൾ മുതൽ കുറെ കുട്ടികളുണ്ട്. ഇവിടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി മത്സരം കോഴിക്കോട് നിന്ന്. ഓക്കെ, അപ്പൊ കോഴിക്കോട് തവണ കപ്പല്ലേ? പിന്നെ എടുക്കുമല്ലേ? ടീച്ചർക്കാണല്ലോ കോൺഫിഡൻസ്. മോൾക്ക് കുഴപ്പമില്ല. കപ്പെടുക്കോ? ഓ, കപ്പെടുക്കും. ഇവിടെ കലാമണ്ഡലത്തിൽ തൃശ്ശൂരാണല്ലോ. അപ്പൊ മിസ് തൃശ്ശൂർ. ഓ, അതാണ്. അങ്ങനെ വഴി അങ്ങനെയാണ്. അപ്പൊ ടീച്ചറെ തൃശ്ശൂരാണോ കപ്പെടുക്കുക? അങ്ങനെയല്ല, ഞാൻ കോഴിക്കോടാണ് വീട്. ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്. കോഴിക്കോട് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. അതെ, അപ്പം ഗംഭീരമായി. ഗുരുവും ശിഷ്യൻ തകർത്ത്. നല്ലൊരു മൊമെന്റ് കിട്ടി. താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് എന്താ? അടുത്ത ഇവന്റ് ആരാണ്? മണവാള കമോൺ. എത്ര മണവാളന്മാരെല്ലാരും അവരുടെ മാലയോ? നല്ല വെയിറ്റ് ഉണ്ടല്ലോടാ, അല്ലേ? അതെ, മണവാളനാ. അതെ, എന്താ ഇത്? നിന്നങ്ങ് തിളക്കുക. പോരാതെ മുഖം അതെ ചന്ദ്രനെ പോലെ വിളങ്ങുന്ന നിൻമുഖം എന്ന് കേട്ടിട്ടുണ്ടോ? അതെ. അപ്പൊ ഏതാ ജില്ല? ഏതാ? പാലക്കാട് കപ്പടിക്കുമോ? പാലക്കാട് അടിക്കും. വളരെ സിമ്പിൾ ആയിട്ട്. എന്താ സംശയം? 4ാം സ്ഥാനത്ത് പാലക്കാടാണ് നിൽക്കുന്നത്. 676 പാലക്കാട്. എടുക്കും. പരിചയപ്പെട്ടു തുടങ്ങാം. അത് നമുക്ക് പരിചയപ്പെട്ടു തുടങ്ങണോ? പെർഫോമൻസിന് ശേഷം പരിചയപ്പെട്ടാൽ മതി. എങ്ങനെ വേണം? യുവർ ചോയ്സ്. ആദ്യം പരിചയപ്പെടണം, പെർഫോമൻസിന് ശേഷം. ആ പെർഫോമൻസ് കണ്ടിട്ട് മനസ്സിലാക്കട്ടല്ലേ? അതെ. അപ്പം ആരാ പാടുന്നതാ? പാട്ടുകാരാ? ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് എല്ലാരും ഒന്ന് നമുക്ക് ആ ഒരു സമയമുണ്ട്. ഒരു വേദി പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ഇവരൊന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു വേദി പോയിട്ട് വരാം. അതെ. നമസ്കരിച്ചേ വിരണം വിമനോടാഞ്ച
അവനോടനയൻ വൈരം കളഞ്ഞുര ചെയ്ത നേരം കൈമി മറന്നും ഇരുവരും ഒന്നായിരുന്നു തെരുതെരെ മാറിപ്പുണർന്നും തെരുതെരെ മാറിപ്പുണർന്നും ജയ ജയ ശ്രീരാമദൂതനരികിലായി വന്നതും ശ്രീരാമദൂതനരികിലായി വന്നതും ശ്രീയായി തീർന്നിതാ ഭീമനെന്നും ശ്രീയായി തീർന്നിതാ ഭീമനെന്നും സോദര സംഗമ സ്നേഹമെന്നും സാദരം പൂജിതം സമ്മോഹനം സോദര സംഗമ സ്നേഹമെന്നും സാദരം പൂജിതം സമ്മോഹനം സൗഗന്ധികങ്ങൾ വിടരും ഗന്ധമഴിഞ്ഞും മേടുകളിൽ തന്തമലഞ്ഞും തടാകം തേടി നടന്നും ഒടുവിൽ പുഞ്ചിരി തൂകിടും പൂക്കളെ കണ്ടതും പുഞ്ചിരി തൂകിടും പൂക്കളെ കണ്ടതും തഞ്ചത്തിൽ ചെന്നങ്ങേറുത്തിടുത്തേ തഞ്ചത്തിൽ ചെന്നങ്ങേറുത്തിടുത്തേ പാഞ്ചാലി പണിയിൽ ചേർത്തു വെച്ചേ പാഞ്ചാലി തന്നിൽ അലങ്കരിച്ചേ പാലാഴിനാഥനായി പള്ളി കൊള്ളും വിഭോ പങ്കജലോചന പത്മനാഭ പരിപാവനമീ വേദിയിൽ ഞങ്ങൾ പാടി. അപ്പം പാലക്കാട് നിന്നുള്ള വട്ടപ്പാട്ടുകാര് റെഡിയായി അതെ. തുടങ്ങുമല്ലേ? റെഡിയല്ലേ Yes, മണവാള? പാട്ടുകാർ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. മാലാകയാണോ മാലാകയാണോ മാനമേഴും താണ്ടി വന്ന മാലാകയാണോ മുഖം ബദിരോ മിക സോദിരോ നൂറിൻ തെള്ളികളെ കമറായി വേദി കാണും മന്ദാരത്തെ സന്തോഷത്താലേകി മാലാകയാണോ മാലാഖയാണോ? മാലാകയാണോ? ആണോ? ആണ് ഏതൊക്കെയോ മാലാഖമാരെ കണ്ടുവച്ചിട്ടുണ്ട്. മാലാകന്മാര്. അതെ അതെ അപ്പൊ കപ്പ് കൊണ്ടുപോവാ പാലക്കാട്. അപ്പൊ നമുക്കിനി ഇവരുടെ പേര് ചോദിക്കാം അല്ലേ? അതെ. ഒരറ്റത്തുനിന്ന് അവിടെ തുടങ്ങിയോ? പാട്ടുകാരൻ തുടങ്ങട്ടെ. മൈക്ക് പാസ് ചെയ്തോ? പേര് നഹാസ്. ക്ലാസ്സും കൂടെ. 12th. എന്റെ പേര് അൽസാബിത്ത്. 11th. മുഹമ്മദ് റിസാൽ. മുഹമ്മദ് നിസാർ. Plus 1. ഇത് അൽസാബിത്ത്, നിഹാസ്, ഷാമിൽ ഷാമിൽ 12th. മുസ്തഫ +1. +1. ഷിഹാസ് 12th. ഷിയാസ് 12th. ഓക്കെ. ഫാരിസ് +2. ഫാരിസ്. സജാദ് 12th. ദജാദ്. സജാദ്. സജാദ്. ഓക്കെ. ഹൻബൽ ഹനിബൽ +1. +1. നബീല് 12th. അപ്പൊ ഇതിൽ +1 കുറവാ. അതെ. +2 കൂടുതൽ. അടുത്ത പോലെ ഇനി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഇതേപോലെ ഒരു വട്ടപ്പാട്ടിലേക്ക് പോകില്ലേ? ഷഹാസ് അല്ലേ? അല്ലേ? മണവാളൻ തന്നെ ആയിരിക്കും അല്ലേ? സ്ഥിരം മണവാളനാണോ? ആണ്. എന്ത് സ്ഥിരാണ് കോൽക്കളി ഉണ്ട്. ഓ, ഇനി കോൽക്കളിയുണ്ട്. നാളെയാണോ കോൽക്കളി? ഈ ടീം തന്നെയാണോ കോൽക്കളിക്ക്? ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ, അപ്പൊ പിന്നെ നാളെ പാട്ടുകാരന് വേറെ ഏതെങ്കിലും ഇവന്റ് ഉണ്ടോ? സിംഗിൾ ഇവന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നാളെ ആണെങ്കിൽ കോൽക്കളി ടീം കൂടെ ഇങ്ങോട്ട് വരണം. മണവാളൻ ഞങ്ങൾ കേട്ടോ. അല്ലേ? ആ, ഓക്കെ. അപ്പൊ മണവാളിനെ നമ്മൾ പ്രത്യേകം നോക്കും. ഷഹാസ് ഞങ്ങൾ ഇങ്ങനെ മണവാളൻ ഷിയാസ്. പെട്ടെന്ന് നോക്കി വെക്കും. ഞങ്ങൾ ആ ചിരിയിൽ അങ്ങ് വീണ് പോകുന്നു. ചിരിയിലങ്ങ് വീണ് പോകുന്നതാ. അപ്പം ആ, സ്കൂളില് 2 ഐറ്റത്തില് പങ്കെടുത്ത ഏകദേശം കുട്ടിയുണ്ട്. അതാരാ? ആരാണ്? ഒന്ന് വിളിക്കോ കുട്ടിയെ? എവിടെ? ദില്ല, വരൂ. ഏതൊക്കെയാണ് ആ ഇനങ്ങൾ? ഉറുദു ഉപന്യാസം, ഉറുദു ക്വിസ്. അപ്പം നിങ്ങൾ സ്കൂൾ ഏതാ? PTMHS തൃക്കടേരി. 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 ഓക്കെ. അപ്പൊ എനിക്ക് 3 വർഷമായിട്ട് സൗഹൃദം സ്റ്റേറ്റിൽ ഇഷ്ടായിട്ടോ? മത്സരിക്കുന്നുണ്ട്. 3 വർഷമായിട്ട് സ്റ്റേറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതെ, സ്റ്റേറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഏതൊക്കെയാ ഇനങ്ങള്? കഴിഞ്ഞ 2 വർഷം ഉറുദു കഥയായിരുന്നു. ഇത്തവണ ഉറുദു ക്വിസും ഉറുദു ഉപന്യാസം.
ഉറുദു ഉപന്യാസവും ഉറുദു ക്വിസും അല്ലേ? രണ്ടിലും എ ഗ്രേഡ് രണ്ടിലും എ ഗ്രേഡ് ഉണ്ട്. ഇനിയിപ്പം ഒന്നും ബാക്കിയില്ല, ഇനങ്ങളെല്ലാം കഴിഞ്ഞോ? അതിന്റെ കഴിഞ്ഞു. ഇനി നാളെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കോൽക്കളി ഉണ്ട്. പിന്നെ ഇന്ന് അറബി പ്രസംഗം ഉണ്ടായിരുന്നു, അതിന് എ ഗ്രേഡ് ഉണ്ട്. മോണാക്ട് ഉണ്ടായിരുന്നു, അതിനും എ ഗ്രേഡ് ഉണ്ട്. കളിദാസ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവന്മാരുടെ പാട്ട് മാലാക എന്നല്ലേ? ഞാൻ പറയട്ടെ, ആ സൗഹൃദത്തിന്റെ ഒരു മാലാകയാണോ? അതെ അതെ ആണല്ലേ? അത് അവന്മാര് എന്നിട്ട് കൂട്ടുകാരി വിളിച്ചോണ്ട് വന്നത് അതാണ് സൗഹൃദം, യഥാർത്ഥ സൗഹൃദം അല്ലേ? അവിടെ ആ കൂട്ടുകാരി ഉണ്ടായിരുന്നു അല്ലേ? പെട്ടെന്ന് ഓർത്തു. നല്ലൊരു ടീച്ചറെ കൂടി Again, അടുത്ത കണ്ടോ, സൗഹൃദം. നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല. അതെ ടീച്ചറെ, ഓടുക. സജാദ് ഓർത്ത് ടീച്ചറെ കേട്ടോ, ഈ സൗഹൃദം അല്ലേ അതെ, വലിയൊരു. ടീച്ചർ മുന്നോട്ട് പോയോ? ടീച്ചർ മുന്നോട്ട് വാ. ഞങ്ങളെ ഒറിജിനൽ മാല കേട്ടോ. ഓ ഇതായിരുന്നു ആ മാലാക. Yes. സൈഡ് അടിക്കോ? മാലാക ടീച്ചറുടെ പേര്, മാലാക ടീച്ചറുടെ പേരെന്ന് പറഞ്ഞേ. നിജ. ടീച്ചർ നിജ. മുന്നോട്ട് പോയോ? ഒന്ന് സെന്ററിലോട്ട്. അയ്യോ, ഇനി മാലാകയാണ്. അതെ യെസ് ടീച്ചറെ. മാലാക ടീച്ചറെ, എങ്ങനെയുണ്ട് പിള്ളേര്? നല്ല പിള്ളേരെന്നെ. അതെ, അത്യാവശ്യം നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ അവരെ? കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട്. കലകള് രണ്ടെണ്ണെങ്കിലും ഞങ്ങളുടെ സ്കൂൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പൊ ആദ്യമായിട്ടാണോ ഈ അറബിക് കലോത്സവത്തിലേക്ക്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം വട്ടപ്പാട്ട് ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ചുപേര് ഹൈസ്കൂളിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഇപ്പൊ അവരാദ്യമായിട്ട്. അപ്പം അടുത്ത കൊല്ലം ഇതിൽ കുറെ പേര് പോവാ, +2 കഴിഞ്ഞ് പോവാ. +1 ആരൊക്കെയാ? 3 പേര്. അപ്പം അവരുടെ കൂടെ പുതിയ ആൾക്കാരും കൂടെ എത്തിക്കും അല്ലേ? നല്ലൊരു മണവാളനെ കണ്ടുപിടിക്കണം. മണവാളനും പോവാ. അതെ, ഇനി അടുത്ത കൊല്ലം ഒരു മണവാളൻ, +1 ഒരു മണവാളനെ ഒപ്പിക്കണം അല്ലേ? അവൻ കൊള്ളാം കേട്ടോ, അവന്റെ ചിരി കൊള്ളാം. അവരെ നമുക്ക് നിർത്താൻ ടീച്ചർ അടുത്തല്ല. അപ്പം ടീച്ചറെ അടിപൊളി. പാലക്കാട് തന്നെയാണോ കപ്പ്? ഞങ്ങനെ ആഗ്രഹിച്ചിരിക്കണം കപ്പ് കിട്ടുന്നുള്ളത്. 2 ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ നേടുന്ന തന്നെയാ വിചാരിക്കണം. ആണ്. അപ്പൊ എങ്ങനെയാ, പാലക്കാടിനല്ലേ കപ്പെടുക്കുവോ? പാലക്കാട് കപ്പെടുക്കും. യെസ്, കപ്പെടുക്കൂലേ മോളെ? എന്തായാലും എടുക്കും. ആ മോൾക്കാ കൂടുതൽ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ഒന്നും കൂടെ പറഞ്ഞേ. കപ്പെടുക്കോ സജാദെ? എനിക്ക് സജാദിനെ ഇഷ്ടമായി കേട്ടോ. സജാദാണ് ഇതെല്ലാം ഓർത്ത് ചെയ്യുന്നത്. അപ്പം തകർത്ത് പിള്ളേർ തകർത്ത്. താങ്ക് യു. ഇനി അടുത്തതുണ്ട്. വന്ന് നമ്മുടെ ഐറ്റം വന്നേ. എനിക്കൊന്ന് എടുക്കണമെന്നുണ്ട്, പക്ഷെ പൊങ്ങത്തില്ല. അതാ ഞാൻ ആലോചിക്കുന്നേ. മോനെ പഞ്ചാരി മേളമാണോ? യെസ്. നമുക്ക് ഇവരൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇവരുടെ വിശേഷം. അപ്പോഴേക്കും നമുക്ക് വേറൊരു വേദിയിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. നമിച്ചിടേണം താരേശനന്മാരെ തരസ സമാവർത്തനം നമിച്ചിടേണം താമസതീരം തേടി തരമായി വസിച്ചിടേ
വസിച്ചിടേണം ഗൃഹം ഭരിച്ചിടേണം കൂടി വസിച്ചിടേണം ഗൃഹം ഭരിച്ചിടേണം വന്നായി രാമ ഹേ സുമതേ മുഖിൽ വർണ്ണ മുഖിൽ വർണ്ണ എങ്ങുന്നു വന്നു നീ വനരേന്ദ്ര കേട്ടുകൊൾവിൻ നാരിമാരെ പാട്ടു പാടി കളിച്ചിടാൻ കൂട്ടരുത്തു വന്നിടുവിൻ വട്ടം കൂടാതെ വട്ടമൊത്തു ചുവടൊത്തു താള. അപ്പം വേദി ഒന്നിലെ തിരുവാതിര കളിയാണ് നമ്മളിപ്പോ കണ്ടത്. അതെ. ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. തുടങ്ങുമല്ലേ? സെറ്റല്ലേ? അടിച്ച് തകർക്ക് കേട്ടോ. ഓക്കെ. യെസ്. ജില്ല ഏതാ നിങ്ങളുടെ? കോഴിക്കോട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് അതെ. ചോദിക്കാം. ഓക്കെ, കുട്ടി കേറിക്കോ. തകർത്തേറി മേളപ്പെരുമാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നിട്ട് ഈ മേളത്തിന്റെ മിനി തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം. അതെ, അതേപോലെ തന്നെയാണ്. നമുക്ക് ഇവരുടെ ആശാനുണ്ട് ഇവിടെ. ഇവരെ പഠിപ്പിച്ച ആശാനെ ആശാൻ വന്നാട്ടെ, ഒന്ന് വന്നാട്ടെ. യെസ്, നടുക്കോട്ട്. അതെ, അത് ശരി. എന്താണ് പേരെങ്ങനെ? പേര് പ്രമോഷ്. എങ്ങനെയുണ്ട് പിള്ളേരെങ്ങനെയുണ്ട്? തകർത്തല്ലേ? ഗംഭീര. അപ്പൊ കോഴിക്കോട്ടേക്ക് ഒരു എ ഗ്രേഡ് കിട്ടി. തീർച്ചയായിട്ടും. അതെ, അപ്പൊ കോഴിക്കോട് കപ്പെടുക്കും. കോഴിക്കോട് കപ്പെടുക്കോ? എടുത്തിരിക്കും. അപ്പൊ നമുക്ക് ഏതാ സ്കൂൾ? ഏതാ? സെന്റ് ജോസഫ് ബോയ്സ്. ബോയ്സ്. കോഴിക്കോട് ബീച്ച്. ബീച്ചിലുള്ള. യെസ്. അപ്പം നമുക്ക് ഇവരുടെ പേരും കൂടെ ഒന്ന് ചോദിച്ചു പോവാം. പ്രമോഷ് മാഷിന്റെ പിള്ളേര്. നിരഞ്ജൻ, ധനഞ്ജയ്, നീരജ്, ഗൗതം, ദേവാനന്ദ്, ശിവനീത്, അർജുൻ. ആശാനെ, നമ്മളപ്പോ തുടക്കക്കാരാ. നമുക്കപ്പോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ ഇത്?
ബുദ്ധിമുട്ടാണ് ആണ് ബുദ്ധിമുട്ടാണ്. നല്ല സാധകം വേണം. ഏകദേശം നമുക്ക് എത്ര വർഷം എടുക്കേണ്ടി വരും ഒന്ന് പഠിച്ചു തെളിയാൻ? ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയതാണ്. കുട്ടികൾ അവരവരെ പ്രദേശത്ത് നിന്ന് മേളം അരങ്ങേറ്റം കഴിച്ചാൽ പിന്നെ കൂടുതൽ ഞങ്ങൾ സ്കൂളിൽ ചെയ്യുകയാണ്. കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയതാണ് ആണല്ലേ ഇത് ചിട്ടപ്പെടുത്തൽ. 12 വർഷമായിട്ട് ഞങ്ങൾ സ്റ്റേറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 12 വർഷം കോഴിക്കോട് ജില്ല ഫസ്റ്റ് സ്റ്റേറ്റിൽ 12 വർഷമായി. 12 വർഷമായിട്ട് കോഴിക്കോട്. പഞ്ചവാദ്യം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഞ്ചവാദ്യം, തായമ്പക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, മേളു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി. എനിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? പക്ഷെ ഞാൻ ഗണപതി കൈ പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പഠിച്ചില്ല. ഞാൻ തുടക്കം വിട്ടതേ ഉള്ളൂ, കുറച്ചേ പഠിച്ചുള്ളൂ. കാണുമ്പോ എനിക്ക് കൂടെ ഒന്ന് കൊട്ടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുമോന്നാണ് എനിക്കറിയാം. അപ്പൊ ആദ്യം നമ്മൾ ഗണപതി കൈ അല്ലേ പഠിക്കേണ്ടത്? അത് പഠിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത്. അപ്പം എന്തായാലും തകർത്ത്. അപ്പൊ ആശൻ കൊമ്പാണോ? കൊമ്പിന്റെ ആളാണോ ആശൻ? ആശൻ ഒന്ന് ഒരു 2 കൊട്ട കൊമ്പ്. നമുക്ക് കൊമ്പിലേക്ക് കിടക്കാം. ആശൻ കൊമ്പാണ്, സ്പെഷ്യലൈസ്ഡ് ഇൻ കൊമ്പാണല്ലേ? യെസ്. സ്വരഭൂതം. അതെ. ഇതാണ് തൃശ്ശൂർക്കാരുടെ കാഹളം കേട്ടോ. ഇത് കേട്ടാൽ തൃശ്ശൂർക്കാർ കിടക്കപ്പായെന്ന് എണീറ്റ് ആ മേളപ്പറമ്പിലേക്ക് ഓടും. അല്ലേ പ്രമോഷ് മാഷേ? തൃശ്ശൂരി വന്നിട്ട് ഈ കൊമ്പ് മുഴക്കുമ്പോ ഉണ്ടല്ലോ, അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇതാണല്ലേ ലഹരി. ഇതാണ് ലഹരി. പൂരമാണ് ലഹരി, മേളമാണ് ലഹരി. കുഴലിന്റെ ആശാനുണ്ടോ? ആഹാ. എന്താ ആശാന്റെ പേരെങ്ങനെ? അബൈ. എന്റെ മകനും കൂടിയാണ്. മകനാണോ? ഓ, അച്ഛൻ കൊമ്പ്, മകൻ കുറുകുഴൽ. 8 വർഷം മുന്നേ ഇതേ വേദിയിൽ ഫസ്റ്റ് വാങ്ങിയ ആളാണ്. ഓ, വെറ്ററൻ. കേറി പരിചയമായല്ലേ, തഴമ്പ് വന്നല്ലേ. അപ്പം നമുക്ക് ആ കുറുകുഴൽ ഒന്ന് നോക്കിയാലോ? അതെ, ഒരു പാട്ട്, നല്ലൊരു പാട്ട്. സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു പാട്ടെന്ന് ആശാനോട്. പാട്ട് മൈക്കൽ.
നമ്മള് വീണ്ടും കുറേ കുട്ടികളായിട്ട് എത്തിയിട്ട് എവിടെയാണ് ജില്ല? ഏത് ജില്ലയാണ്? തിരുവനന്തപുരം. പത്മനാഭന്റെ മണ്ണിൽ നിന്ന് വന്നതാണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് റിസൾട്ട് വന്നോ? വന്നിട്ടില്ല, നടക്കുന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ സ്റ്റേജിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണോ? കഴിച്ചായിരുന്നു എല്ലാവരും വൈകിട്ടല്ല? കഴിച്ചിട്ടില്ല. അപ്പം എന്നാലും നമുക്കൊരു എനർജിയിൽ ഒരു പ്രാവശ്യം ഡാൻസ് കളിക്കാൻ പറ്റുമോ? സെറ്റാണോ എല്ലാവരും? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജിലെ പെർഫോമൻസ്? ഭയങ്കര ടഫാണോ? കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങനെ ഡാൻസിലോട്ട് കടന്നാലോ? ഓക്കെ, ബായോ.
ഹൈ എനർജി, ഹൈ വോൾട്ടേജ്. ശ്വാസം വിടുന്നുണ്ട്, നമ്മളും കൂടെ ഡാൻസ് കളിക്കാം. അത് ആ ബീറ്റ് ഇങ്ങനെ എന്ന് ചോദിക്കാം അല്ലേ? അതെ അതെ. യെസ്. പേര് ഋഷി. ഋഷി. ജില്ല ഏതാ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. മിഥുൻ. അജയ്. നബീൽ. നബി. ഷിജു. വൈഗ. മാനസ. പാസ് ചെയ്തോ? തീർത്ഥ. ചെയ്ത. അനന്യ. അനഘ. ശ്രീഹരി. റിസൾട്ട് വന്നില്ല. എ ഗ്രേഡ് അല്ലേ? വന്നിട്ടില്ല. എ ഗ്രേഡ് ഉറപ്പാ? ഉറപ്പല്ലേ? അപ്പൊ ഇതില് സിംഗിൾ ഐറ്റംസ് ആരാ ഉള്ളേ? വേറെ ആരെങ്കിലും സിംഗിൾ ഐറ്റംസ് ഉണ്ടോ ഇതില്? മുൻപ് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അതെ. അപ്പം ഇതില് വേറെ ഇതിനു മുമ്പ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആണോ? ആദ്യമായിട്ടാണ്. അതിൽ എ ഗ്രേഡ് ഉറപ്പാണല്ലേ? ഉറപ്പ്. ഹൈ കോൺഫിഡൻസ്. എ ഗ്രേഡ് ഉറപ്പാണോ? ഓഡിയൻസ് ഉറപ്പാണ്. ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചോപ്പ് ചേച്ചി അവിടെ ആസ്വദിക്കുന്നത് കണ്ടായിരുന്നു. ചേച്ചിയോടൊന്നൊരു അഭിപ്രായം, ഒരു ചെറിയൊരു അഭിപ്രായം. ഫ്രണ്ടിലോട്ട് ചേച്ചിയുടെ മോനുണ്ടോ ഈ കൂട്ടിനകത്ത്? ഏതാ? അജയനാണോ മോന്? ഓക്കെ, അത് ശരി. അപ്പൊ പിള്ളേരെ പരിപാടി അടിപൊളി. കിട്ടും, ഉറപ്പാണല്ലേ? അപ്പൊ തലസ്ഥാനത്ത് കപ്പെത്തുവോ? തൃശ്ശൂരുള്ള കപ്പ് തലസ്ഥാനത്തേക്ക് എത്തുവോ? എത്തണമല്ലോ. അതെ, യെസ്, എത്തിയിരിക്കും. അപ്പൊ അവിടുന്ന് ആ ചേട്ടൻ എന്തോ പറയുന്നുണ്ട്. അല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളാണത്. അവർ ഇതുവരെയും സ്റ്റേറ്റിൽ പോയിട്ടില്ല. ആദ്യമത്തെ അനുഭവം. അഭിമാന നേട്ടം. എ ഗ്രേഡ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജില്ലയിൽ നിന്ന് അപ്പീൽ മേടിച്ച് വന്നതാണ്. 1 മാർക്കിനാണ് സെക്കൻഡ് കിട്ടിയത്. നമ്മുടെ കുട്ടികളുടെ കഠിനാധ്വാനം തന്നെയാണ് ഈ വിജയം നമുക്ക്. സ്കൂൾ ഏതാണെന്ന് പറഞ്ഞു? സ്കൂള് ഗവൺമെന്റ് ഹൈസ്കൂൾ കാപ്പിൽ. ടീച്ചറാണ്. അപ്പൊ ടീച്ചറാണ് ഇവരുടെ ഗാർഡിയൻ. ഞാൻ മാത്രമല്ല, നമ്മള് ടീച്ചേഴ്സ് 3-4 പേരുണ്ട്. പച്ച. ഇതാണ് മാഷ്, നിങ്ങളെ പഠിപ്പിച്ച മാഷ്. എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരുടെ പെർഫോമൻസ്? അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇനി പിള്ളേരെ കൊണ്ടുവരണം, ഇതേപോലെ കൊണ്ടുവരണം. ആക്ച്വലി ഞാൻ ഇവരെ മാഷല്ല, ഒരു പ്രവാസിയാണ്. ഞാൻ ഇവരുടെ കളി ഉള്ളത് കൊണ്ട് എന്റെ ലീവ് എക്സ്റ്റെൻഡ്. ഓക്കെ. അപ്പം എന്തായാലും അടിപൊളി. അപ്പൊ കപ്പ് തലസ്ഥാനത്തേക്കല്ലേ? തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. യെസ്, താങ്ക് യു. ഓക്കെ, അടുത്ത ടീം എന്തായാലും ഒരു ഗംഭീര ഇനി അടുത്ത ടീം. അതെ, ഇനി അടുത്ത ടീം ഇവിടെ റെഡിയാണോ? യെസ്, റെഡിയാണ്. നിനക്ക് എടാ, ഇതേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഓർമ്മ എന്താണെന്നറിയോ? ഈ കോസ്റ്റ്യൂം കണ്ടപ്പോഴേ നമ്മുടെ മറ്റേ പാട്ടില്ലേ, ഞാനിങ്ങനെ ആലോചിക്കുക, എവിടോ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ഇത് കോസ്റ്റ്യൂം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഏതാ നമ്മുടെ മഞ്ജു ചേച്ചി കണ്ണാടി കൂടും. അതിൽ മഞ്ജു ചേച്ചി കളിക്കുമ്പോ പുറകില് ഡാൻസേഴ്സ് പോകത്തില്ലേ, അവരുടെ കോസ്റ്റ്യൂമാ പെട്ടെന്ന് കണ്ടേ. ഇതെന്താ പരിപാടി? നാടൻപാട്ടാണ്. റിസൾട്ട് വന്നോ? ഇല്ല, വന്നിട്ടില്ല. കഴിഞ്ഞില്ല. അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ? കഴിഞ്ഞു. റിസൾട്ട് വന്നിട്ടില്ല. എ ഗ്രേഡ് ഉറപ്പല്ലേ? എ ഗ്രേഡ് ഉറപ്പാണ്. ജില്ല ഏതാ? വയനാട് എന്നാണ്. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് കടന്നാലോ? കടക്കാം. എന്തായാലും വേദിയിൽ പോകുന്നതിന് റിസൾട്ട് വരുമായിരിക്കും. സാധാരണ അങ്ങനെയാണ് ഇവിടെ വരുമ്പോ പതിവ് അല്ലേ? അപ്പൊ ആരാണ് ഇത്? ആർക്കാണ് മൈക്ക് വേണ്ടത്? മൈക്കാര് ഉണ്ട്. ഓക്കെ അല്ലേ? തുടങ്ങുമല്ലേ? ഓക്കെ അല്ലേ? എന്നാ തുടങ്ങിക്കോ.
ഭയങ്കര നല്ല ഇമ്പമായിരുന്നു അല്ലേ? അതെ. അതെ. അപ്പം നമുക്ക് മേളമൊക്കെ പേര് ചോദിച്ചു അതെ, പോയാലോ? തുടങ്ങാം. യെസ്. ശ്രീലക്ഷ്മി, ശിവമിത്ര, ആര്യ, വൈഗ, ഏഞ്ചൽ, അക്ഷയ, അർച്ചന. ജില്ല ജില്ല വയനാട്. വയനാടിന് കപ്പ് ഉറപ്പ്. യെസ്, ആ കോൺഫിഡൻസ്. അതെ. അതെ. അപ്പം വയനാട് എന്തായാലും കുറച്ച് താഴെയാണ്, പക്ഷെ കുഴപ്പമില്ല. 2 ദിവസം സമയമുണ്ട്. വയനാട് വരും. വരുന്നവരാ. അവർക്കൊന്നും പുത്തരിയല്ലേ? എങ്ങനെയുണ്ട് തൃശ്ശൂരെങ്കിലും കയറി വരാം. തൃശ്ശൂർ അത്ര ശക്തരായി തിരിച്ചു വരും. വയനാടിന് ഒന്നിനും പേടിയില്ല. ഇല്ല. അതെ. വയനാട്ടിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂർ ഇഷ്ടമായോ? ഓ, ഇഷ്ടായി. തൃശ്ശൂരിൽ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? തൃശ്ശൂരില് ക്ഷേത്രങ്ങളൊക്കെ അടിപൊളിയാകും. പോയോ? എല്ലാ അമ്പലത്തിലും പോയോ? പാറമേക്കാവ് പോയോ? അവിടെ പോയിട്ടില്ല. വടക്കുന്നാഥൻ പോയോ? വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ തിരുവമ്പാടി പോയോ? ഇല്ല. പോയില്ല. ഗുരുവായൂർ പോയി. യെസ്, എന്തായാലും അടിപൊളിയായി. ദിവസം സമയമുണ്ട്, എല്ലായിടത്തും എൻജോയ് ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു. യെസ്. അപ്പൊ നമുക്ക് അടുത്തൊരു ഇവന്റ് അടുത്ത ഒരു വലിയൊരു ഇവന്റ് ആണ്. ഒരു സമയം സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ സമയം വേണം. നമുക്ക് ഒരു വേദിയിലേക്ക് വേദിയിലേക്ക് പോയിട്ട് വരാം.